കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് രാവണൻ മാരീചനെ കണ്ട് തൻ്റെ മനസ്സിലുള്ള പദ്ധതി പറയുകയും മാരീചൻ രാവണന് ധാർമ്മികോപദേശങ്ങളൊക്കെ നൽകുകയും എന്നാൽ അധർമ്മത്തിൽ മനസ്സ് മൂടിപ്പോയിട്ടുള്ള ആ രാവണൻ എല്ലാ ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങളെയും തള്ളിക്കളഞ്ഞ് തൻ്റെ പദ്ധതിക്ക് കൂട്ടുനിന്നിട്ടില്ലെങ്കിൽ എന്നെ ഞാൻ വധിക്കും എന്ന് ഭീഷണിപ്പെടുത്തി മാരീചനെയും കൊണ്ട് പോകുന്ന ഭാഗങ്ങളൊക്കെയാണ്. ശ്രീരാമചന്ദ്രസ്വാമിയെ, ലക്ഷ്മണൻ ഇവരെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് മാരീചൻ ഒരു സ്വർണ്ണമയമായിട്ടുള്ള മാനിൻ്റെ വേഷമെടുത്തു. കണ്ടാൽ അതിസുന്ദരമായിട്ടുള്ള മാന് ആരുടെയും മനസ്സിനെ ആകർഷിക്കും. മനസ്സിൻ്റെ പ്രത്യേകത അതാണ്. വളരെ പെട്ടെന്ന് ആകർഷണീയമായിട്ടുള്ള വസ്തുക്കളിൽ അത് വീണുപോകും. അതായിരിക്കും ചിലപ്പോഴും നമ്മുടെ നാശത്തിന് കാരണമാവുക. ചഞ്ചല സ്വഭാവമാണ് മനസ്സിന്. മനസ്സ് സദാ ചാടിക്കൊണ്ടിരിക്കും, ഒന്നിന്ന് അടുത്ത വസ്തുവിലേക്ക്, അവിടെ നിന്ന് അടുത്ത വസ്തുവിലേക്ക്. ഈ ചാട്ടമാണ് യഥാർത്ഥത്തിൽ മാരീചൻ എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ കാണേണ്ടത്. അഗ്നിമണ്ഡലത്തിൽ യഥാർത്ഥ സീതാദേവി ഇരിക്കുന്നുണ്ടെങ്കിലും രാവണൻ ഇതൊന്നും അറിയുന്നില്ല. ആ സീതാദേവി അപഹരിക്കാൻ വേണ്ടിയിട്ട് രാവണൻ ദൂരെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേവി മാരീചനെ കണ്ടിട്ട് പറഞ്ഞു, അല്ലയോ ഭർത്താവേ, പ്രാണനാഥ, ഈ മാനിനെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. അടുത്തിങ്ങ് വിളിച്ചാൽ ചിലപ്പോൾ വരും, ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ വരും. കാരണം അത് ദൂരെ മാറി നിന്ന് കടാക്ഷിച്ച് ഒന്ന് നോക്കി, ഒന്ന് തലയൊക്കെ താഴ്ത്തി പുല്ലൊക്കെ കഴിച്ച് ഭഗവാനോട് വളരെ സൗമ്യമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചാൽ വരുമെന്ന് വിചാരിച്ചു, നമുക്കതിനെ പരിപാലിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനോട് പിടിച്ചു വരാൻ പറഞ്ഞു അതിനെ. അപ്പോഴും ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഇത് മാരീചനായിരിക്കും. ക്രൂരന്മാരായിട്ടുള്ള രാക്ഷസന്മാരുടെ മായാജാലം, അവരുടെ ചതി എപ്പോഴും നമ്മൾ കാട്ടിൽ കരുതിയിരിക്കണം. അവരത്രയും ശക്തരാണ്, മായായുദ്ധത്തിൽ ശക്തരാണ്, മായാവികളാണ്. ഇത് മാരീചനാണെന്ന് പറയുമ്പോൾ ദേവി അതൊന്നും കണക്കിലെടുക്കുന്നില്ല. മനസ്സിൻ്റെ സ്വഭാവത, ആഗ്രഹങ്ങളിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പിന്നെ മറ്റൊന്നിനെയും ശ്രദ്ധിക്കില്ല. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള കയറാണ് ഈ ആഗ്രഹങ്ങൾ. എപ്രകാരമാണോ ആഗ്രഹങ്ങൾ ഭഗവാന് സമർപ്പിക്കാണ്ട് ഇരിക്കണത്, ആ ആഗ്രഹങ്ങൾ മുഴുവൻ നമ്മളെ ചുറ്റി വരികണ കയറായിട്ട് മാറും. ആ കയറിൽ നിന്ന് പിന്നെ രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ടാണ് ആഗ്രഹങ്ങൾ ഭഗവാന് സമർപ്പിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ താല്പര്യത മാരീചൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത് ആഗ്രഹങ്ങളെ ഭഗവാന് സമർപ്പിക്കുക, മനോകാമനകളിൽ മുഴുകിപ്പോവാണ്ടിരിക്കുക, സദാ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അവസാനം സീതാദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഭഗവാൻ പോയി. ലക്ഷ്മണനോട് ദേവിയെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഭഗവാനെ ദൂരേക്ക് കൊണ്ടുപോയി. അവസാനം മാരീചൻ മരിച്ചു വീഴുന്ന സമയത്ത് രാമൻ്റെ ശബ്ദത്തിലാണ് കരയണത്, ശ്രീരാമചന്ദ്രസ്വാമിയുടെ ശബ്ദത്തിൽ. ലക്ഷ്മണനറിയാം ഭഗവാന്റെ ശബ്ദമല്ല അത്, മാരീചൻ്റെ ശബ്ദമാണ്. എന്നാലും ദേവിയുടെ ക്രൂരമായിട്ടുള്ള വാക്കുകൾ സഹിക്കാൻ വയ്യാണ്ട് ലക്ഷ്മണനും ഭഗവാനെ അന്വേഷിച്ചിട്ട് പോയി. ആ സമയത്താണ് രാവണൻ വരുന്നത്. ഒരു ഭിക്ഷുവിൻ്റെ വേഷത്തിൽ വരിക. ഒരു ദേവിയോട് പറഞ്ഞു, നീ ആരാ ചോദിക്കുകയാണ്. നീ ആരാ, ഈ കാട്ടിൽ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ശ്രീരാമചന്ദ്രസ്വാമി, അദ്ദേഹത്തിൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണൻ ഒരു മാനിനെ പിടിക്കാൻ പോയിട്ടുണ്ട്, ഇപ്പോഴും പിടിച്ചു കൊണ്ടുവരും. ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു തരും എന്ന് പറഞ്ഞു. എന്നിട്ട് തൻ്റെ വൃത്താന്തം മുഴുവൻ പറഞ്ഞു. ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ള രാമൻ, അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ഞാൻ, അദ്ദേഹത്തിൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണനോടും കൂടി ഞങ്ങൾ 3 പേര് പിതാവിൻ്റെ ആജ്ഞയാലെ തപസ്സിനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ആ സമയത്താണ് രാവണൻ തൻ്റെ തനി സ്വരൂപം കാണിക്കുന്നത്. ഞാൻ ദശാസ്യനായിട്ടുള്ള രാവണനാണ് എന്ന് പറഞ്ഞു. പൗലസ്ത്യൻ്റെ തനയനായിട്ട് പുലസ്ത്യ മഹർഷിയുടെ പുത്രൻ വിശ്രവസ്, ആ വിശ്രവസിൻ്റെ മകനായിട്ടുള്ള രാവണനാണ് ഞാൻ. എന്നെ ഈ 3 ലോകത്ത് അറിയാത്തുള്ളതാരാ? അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, ഈ രാമനെ വിട്ടിട്ട് താപസവേഷമൊക്കെ ധരിച്ചിട്ടുള്ള ഈ രാമനെ കൊണ്ട് എന്താ ഫലം? അതുകൊണ്ട് എന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. ദേവി ആകെ ക്രുദ്ധയായി. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ മരണം അടുത്തു, നിൻ്റെ നാശം അടുത്തു, അതുകൊണ്ടാണ് നീ കാര്യങ്ങൾ പറയുന്നത്, നാശത്തിനുള്ള കാര്യമാണ് നീ പറയുന്നത്. ആ കാര്യങ്ങൾ, ആ ചിന്തകൾ മനസ്സൊന്ന് ഒഴിവാക്കിക്കോളൂ, ഇല്ലെങ്കിൽ മൃത്യുവിൻ്റെ വക്ത്രത്തിൽ പ്രവേശിച്ചിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് നിനക്ക്. പക്ഷേ ദേവിയെ ബലാത്കാരമായിട്ട് രാവണൻ കൊണ്ടുപോകുന്ന സമയത്താണ് ജടായു വരുന്നത് ദേവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ശക്തമായിട്ട് തൻ്റെ നഖങ്ങൾ കൊണ്ട് ജടായു രാവണനെയും രാവണൻ്റെ തേരിനെയും ഒക്കെ തകർത്തു. പക്ഷേ സാനം ഭഗവാൻ ശ്രീപരമേശ്വരൻ രാവണന് കൊടുത്തിട്ടുള്ള ചന്ദ്രഹാസം കൊണ്ട് രാവണൻ ആ ധീരനായിട്ടുള്ള പക്ഷിയുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി. ആ സമയത്ത് ജടായുവിന് ദേവി കൊടുക്കണ ഒരു വരണ്ട്, എൻ്റെ പതിയായിട്ടുള്ള രാമചന്ദ്രസ്വാമിയോട് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വൃത്താന്തം മുഴുവൻ പറഞ്ഞ് അല്ലാണ്ട് നിനക്ക് മരണം ഉണ്ടാവില്ല, അത് കഴിഞ്ഞ് നീ എന്ത് ചെയ്യും, മോക്ഷത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞ് ദേവി വരം കൊടുത്തു. ആ ദേവിയും കൊണ്ട് രാവണൻ ദക്ഷിണ ദിക്ക് നോക്കിയിട്ട് പോയി. ഈ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, മനസ്സ് സുസ്ഥിരമായിട്ട് വെക്കേണ്ടത്, മനസ്സിനെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ദുർബലമായിട്ടുള്ള മനസ്സ് സദാ ചഞ്ചലമായിക്കൊണ്ടിരിക്കും. എവിടെയാണോ ഭഗവാനിൽ ഉറക്കാത്ത മനസ്സുള്ളത് അത് സദാ ചലിച്ചുകൊണ്ടിരിക്കും, അതിന് സ്ഥിരത ഉണ്ടാവില്ല. അത് ഒന്നിന്ന് അടുത്ത കൊമ്പിന്ന് അടുത്ത കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കണ കുരങ്ങിനെ മാതിരി അത് ചഞ്ചലായിക്കൊണ്ടിരിക്കും. ആ മനസ്സിനെ പിടിച്ചു കെട്ടുക, അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ രാമനാമം നമുക്ക് തന്നിട്ടുള്ളത്. കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നതും ആ രാമനാമം സദാ ജീവിതത്തിൽ എല്ലാ അവസ്ഥയിലും എല്ലാ സമയത്തും കയ്യിൽ കൊണ്ട് നടക്കുന്നത്, പ്രാണനിൽ കൊണ്ട് നടക്കുന്നതിൻ്റെ താല്പര്യം ആ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഭഗവാനിൽ ഉറച്ച മനസ്സിന് മാത്രമേ എന്ത് ചെയ്യാനാവൂ, പ്രാണനെ ഭഗവാനിൽ ലഭിക്കാൻ പറ്റും. എവിടെയാണോ മനസ്സ് ഭഗവാനിൽ ഉറക്കാത്തത് ആ
സ്ഥലത്ത് അവിടെ പ്രാണൻ എന്ത് ചെയ്യില്ല, ഭഗവാനിൽ ലയിക്കില്ല. എന്തൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടിയിട്ടും കാര്യമില്ല. മനസ്സ് ഭഗവാനിൽ ഉറക്കണം. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് രാമനാമത്തെ നമുക്ക് തന്നിട്ടുള്ളത്. ആ രാമനാമത്തെ സദാ നാക്കിൽ, പ്രാണനിൽ, മനസ്സിൽ കൊണ്ട് നടക്കാൻ നമുക്ക് ഭഗവാൻ അനുഗ്രഹം തരട്ടെ എന്ന് മാത്രം പ്രത്യാശ കൊണ്ട് നിർത്തുന്നു. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.